കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 8, 9 തീയതികളിലായിട്ടാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത മേള ഉദ്ഘാടനം ചെയ്തു. കുടിച്ചു കാണിച്ചു പ്രവർത്തനത്തിൽ സംശയം ഉണ്ടാകും, വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലൊരു തിയറി എന്ന് പറയുന്നത് സ്വാഭാവികമായി നമുക്ക് ഏറ്റവും പ്യൂരിറ്റിയുള്ള വെള്ളം കിട്ടില്ല. പ്യൂരിറ്റിയുള്ള വെള്ളമായിരുന്നുവെങ്കിൽ ഇത് കത്തില്ല. അപ്പോൾ കത്തില്ല പറയാം. പിടിച്ചോ. ഈ ഒരു സിതാരിൻ്റെ അടിയിൽ ഒരു ചെറിയ ബാറ്ററി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാറ്ററിയിൽ നെഗറ്റീവ് പോസിറ്റീവ് ചെലവെടുത്താണ് കിടക്കുന്നത്. 100% പ്യൂരിറ്റിയുള്ള കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ചുകൊണ്ടുള്ള മാറ്റം വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനിവാര്യമാണെന്ന് ജി അജിത്ത് പറഞ്ഞു. അന്നത്തെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണില്ല ഇപ്പോഴത്തെ അധ്യാപകരുടെ. ഇപ്പം നമുക്ക് PSC പരീക്ഷയിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ സർക്കാർ പറയുന്ന ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു താൽക്കാലിക അധ്യാപകരെ എടുത്താൽ പോലും ഏറ്റവും സ്ക്രീൻ ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയാണ് അധ്യാപകരെ എടുക്കുന്നത്. അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഏരൂർ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ടായിരുന്ന സ്കൂളായിരുന്നു നമ്മുടെ ഏരൂർ സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ പഴയകാലം ഓർക്കുമ്പോൾ. എന്നാൽ ഇന്ന് അതെല്ലാം മാറി. LP സ്കൂളിൽ പോലും ഏതാണ്ട് 500-ലധികം കുട്ടികൾ പഠിക്കുന്ന, നമ്മുടെ ഹൈസ്കൂളിൽ അതിൽ പരം കുട്ടികൾ പഠിക്കുന്ന, +1 +2-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന, തൊട്ടടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള UAT-യിൽ ഡിഗ്രി കോഴ്സിനും PG കോഴ്സിനും പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് അതിനെല്ലാം ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹവും പ്രാദേശിക സർക്കാരുകളും സംസ്ഥാന സർക്കാരും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കും. വൈസ് പ്രസിഡന്റ് വി രാജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷൻ ഡോൺ വി രാജ, ഗ്രാമപഞ്ചായത്ത് അംഗം SR മഞ്ജു, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഹഫറുദ്ദീൻ, സ്കൂൾ പ്രിൻസിപ്പൽ DV ജയലക്ഷ്മി, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, PTA ഭാരവാഹികൾ അടക്കമുള്ളവർ പ്രസംഗിച്ചു. ഉപജില്ലയുടെ കീഴിൽ നിന്നുള്ള 100ഓളം സ്കൂളുകളിൽ നിന്നുമായി 3000-ഓളം കുട്ടികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ബുധനാഴ്ച പ്രവൃത്തി പരിചയമേള, സാമൂഹിക ശാസ്ത്രമേള എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ട്.
വ്യാഴാഴ്ച ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, IT മേള എന്നിവ നടക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിക്കും. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികാകുമാരി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബു അടക്കമുള്ളവർ പ്രസംഗിക്കും. നാട്ടുവാർത്ത, ഏരൂർ.